السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യരായ വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ നമ്മുടെ എല്ലാം ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ അധ്വാനിക്കണം, പരിശ്രമിക്കണം എന്നെല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നൽകുന്ന ഏറ്റവും വലിയ ഔദാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ സ്വീകരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഒരാൾക്ക് ഭാഗ്യം നൽകുക എന്നുള്ളത്. ഇന്ന് ലോകത്ത് കോടാനുകൂടി മുസ്ലിമീങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലും കോടിക്കണക്കിന് മുസ്ലിമീങ്ങളുണ്ട്. പക്ഷേ ഇന്ന് മുസ്ലിം സമുദായത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അത്ര നല്ലതല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. ലോകത്തിന് നന്മ കാണിക്കാനും തിന്മ വിരോധിക്കാനും വേണ്ടി പ്രത്യേകമായി കൊണ്ട് തെരഞ്ഞെടുത്തിട്ടുള്ള ഏറ്റവും ഖൈറായ ഉമ്മത്താണ് നിങ്ങൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ സംബന്ധിച്ച് അള്ളാഹു വിശേഷിപ്പിച്ചിട്ടുണ്ട്. ആ ഉമ്മത്തിലെ ഓരോ വ്യക്തികളും ഈ ഒരു ബാധ്യത നിർവഹിക്കേണ്ടവരാണ്. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്നുള്ളത് മുസ്ലിമായി ജീവിക്കുന്ന ഏതൊരു മനുഷ്യന്റെയും ഉത്തരവാദിത്തമാണ്. പക്ഷെ പലപ്പോഴും ഇത് സംഭവിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത
സമൂഹത്തിന് വളരെയധികം ദോഷം ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ വലിയ തിന്മകൾ, ആ തിന്മകൾക്ക് നേതൃത്വം കൊടുക്കുന്നവരായി മുസ്ലിം സമുദായത്തിന്റെ ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. സഹോദരന്മാർ, ഈ കഴിഞ്ഞ 2 ആഴ്ചയിലെ പത്രമാധ്യമങ്ങൾ മാത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ സമുദായം ചെന്നെത്തിയിട്ടുള്ള അതിദാരുണമായ അതിസങ്കടകരമായ അവസ്ഥ നമുക്കെല്ലാം കാണാൻ കഴിയും. പ്രത്യേകിച്ചും ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ. സ്വന്തം പിതാവിനെ വെട്ടിക്കൊല്ലുന്നു, 9 മാസം നൊന്ത് പ്രസവിച്ച് സ്വന്തം മാതാവിനെ അറുത്ത് അല്ലെങ്കിൽ കഷ്ണങ്ങളാക്കി കൊല്ലുന്നു, സ്വന്തം പിഞ്ചോമന പൈതങ്ങളെ കൊല്ലുന്നു, സ്വന്തം കുടുംബങ്ങളെ കൊല്ലുന്നു. ഇങ്ങനെ ലഹരി ഉപയോഗിച്ചുകൊണ്ട് മാതാവേത്, പിതാവേത്, അല്ലെങ്കിൽ കുടുംബക്കാരേത്, മനുഷ്യരേത്, മൃഗമേത് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ ഈ സമുദായത്തിന്റെ മക്കൾ നമ്മുടെ ഈ സമുദായത്തിന്റെ മുന്നിൽ ചോദ്യചിഹ്നങ്ങളായി നിലകൊള്ളുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തൊരു സങ്കടകരമായ അവസ്ഥയാണ്. മദ്യത്തിലും മദിരാശിയിലും മുങ്ങി ജീവിച്ചിരുന്നൊരു സമുദായത്തെ മണിക്കൂറുകൾ അല്ലെങ്കിൽ മിനിറ്റ് പോലും മദ്യമില്ലാതെ ജീവിക്കാൻ സാധിക്കാതിരുന്നൊരു ഉമ്മത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും ആ മദ്യത്തിൽ നിന്ന് പൂർണ്ണമായും മുക്തരാക്കി അതിനോട് വെറുപ്പ് കാണിക്കുന്നൊരു സമുദായമായി മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ അതേ ഖുർആനിന്റെ ഉമ്മത്ത് തന്നെ ഇന്ന് മദ്യമില്ലാത്തതിൽ നിന്ന് ലഹരിയിൽ നിന്ന് ലഹരിയിലേക്ക് കൂപ്പുകൊത്തിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ, അതിന്റെ ഏജന്റുമാരുമായിട്ടുള്ള ഇന്റർവ്യൂ ഒക്കെ നമ്മൾ കണ്ടതാണ്. ആങ്ങളെയും പെങ്ങളെയും ഒന്നിച്ച് ലഹരി വാങ്ങാൻ വരുന്നു, ഭർത്താവും അതുപോലെ തന്നെ ഭാര്യയും ഒന്നിച്ച് ലഹരി ഉപയോഗിക്കുന്നത് വാങ്ങാൻ വേണ്ടി വരുന്നു, കസ്റ്റമേഴ്സായി വരുന്നു. ഒരു കുടുംബത്തിലേക്ക് പരസ്യമായി കൊണ്ട് തന്നെ ലഹരി ഉൽപ്പന്നങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ നമ്മുടെ ഉമ്മത്തിൽപ്പെട്ട ആളുകളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, ഈ ലഹരിക്കെതിരെ അതിശക്തമായി പ്രതികരിക്കേണ്ട ആളുകൾ, അതിന്റെ പ്രചാരകരും അതിന്റെ ഏജന്റുമാരും അത് സമൂഹത്തിൽ വിതരണം ചെയ്യുന്നതുമായി കൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന അതിദാരുണമായ അവസ്ഥ. വിശുദ്ധ ഖുർആൻ എത്ര ഗുരുതരമായി കൊണ്ടുള്ള തിന്മയായിക്കൊണ്ടാണ് ഇത് പഠിപ്പിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് സമൂഹം ഇതിന്റെ പിന്നാലെ പോകും? 2-3 അടിസ്ഥാനപരമായ കാരണങ്ങളുണ്ട്. അതിലൊന്ന്, പരലോക വിശ്വാസം ആളുകൾ കുറഞ്ഞു വരികയാണ്. നമ്മൾ ഇവാൻ കാര്യം മാറണമെന്ന് മദ്രസയിൽ ഇങ്ങനെ ചൊല്ലിപ്പഠിച്ചിട്ടുണ്ടെന്നല്ലാതെ അള്ളാഹുലും മലക്കുകളും കിതാബിലും അതുപോലെ തന്നെ എന്തിനാളിലും പ്രവാചകന്മാരിലൊക്കെ വിശ്വസിക്കണമെന്ന് ചൊല്ലിപ്പഠിച്ചു എന്നല്ലാതെ എങ്ങനെയാണ് പടച്ചവനിൽ വിശ്വസിക്കേണ്ടത്, എങ്ങനെയാണ് പരലോകത്തിൽ വിശ്വസിക്കേണ്ടത്, ഇതൊന്നും അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു ചെല്ലാത്തതിന്റെ ഫലമായി കൊണ്ട് തന്നെ എന്താണ് പരലോകം, പരലോകത്ത് എന്താ സംഭവിക്കാനിരിക്കുന്നത്, എന്താണ് നരകത്തിന്റെ കാഠിന്യം, എന്താണ് സ്വർഗത്തിന്റെ അനുഭൂതികൾ, ഇതൊന്നും നമ്മുടെ ഉമ്മത്തിന് അറിയില്ല. പരലോകമുണ്ട്, അവിടെ ചെല്ലുമ്പോ കാണാം. അതുപോലെ തന്നെ പരലോകത്തിൽ വിശ്വാസമുണ്ട്, സ്വർഗത്തിന് നൽകി ഒരു കേവലമായ വിശ്വാസമല്ലാതെ ആ വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അല്ലെങ്കിൽ അത് മനസ്സിൽ ഉരൂഢമൂലമാക്കാൻ നമ്മുടെ സമൂഹത്തിനൊന്നും കഴിയുന്നില്ല. പരലോക വിശ്വാസമുള്ള ഒരു മനുഷ്യൻ എങ്ങനെയാണ് സഹോദരന്മാരെ ലഹരിയിലേക്ക് പോകാൻ കഴിയുക? എന്റെ പടച്ച റബ്ബിന്റെ മുമ്പിൽ, ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ, എന്റെ റബ്ബിന്റെ മുമ്പിൽ എനിക്ക് മുഖാമുഖം നിന്ന് എന്റെ കർമ്മങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും എന്ന ഉത്തമമായ ബോധ്യം മനസ്സിൽ രൂഢമൂലമായ ഒരു മനുഷ്യന് എങ്ങനെയാണ് ജീവിതത്തിൽ ഒരു നിമിഷമെങ്കിലും ലഹരിക്ക് അടിമപ്പെടാൻ സാധിക്കുക? രണ്ടാമത്തെ കാര്യം എന്താണ്? പരലോക വിശ്വാസം കുറയാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം, ദീനിയായ വിജ്ഞാനങ്ങൾ മനുഷ്യന്മാർക്ക് താല്പര്യമില്ല. ദീനിയായ വിജ്ഞാനങ്ങൾക്കേ താല്പര്യമില്ല. ദുനിയാവിന്റെ എന്ത് കാര്യങ്ങളും, അത് ഫുട്ബോൾ ആണെങ്കിലും അതുപോലെ തന്നെ ഗാനമേളകളാണെങ്കിലും DJ പാർട്ടികളാണെങ്കിലും അവിടേക്ക് തിരക്ക് കൂട്ടി, അതുപോലെ തന്നെ സീറ്റോ അതുപോലെ ടിക്കറ്റോ കിട്ടാഞ്ഞാൽ കലഹങ്ങൾ ഉണ്ടാക്കി അതിന് പോലീസും പട്ടാളവും കൊണ്ട് പിന്നെ അവിടെ ആകപ്പാടെ കശപിശിയാക്കുന്നത് നമ്മുടെ ആളുകൾ മുമ്പിലാണ്. പക്ഷെ ഒരു ദീനിന്റെ സദസ്സിലേക്കോ ഒരു ജുമയിലേക്കോ നേരത്തെ വരാനോ ഖുത്ബ ശ്രദ്ധിക്കാനോ നമുക്കൊന്നും നേരമില്ലല്ലോ, അതിനൊന്നും നമുക്ക് സമയമില്ല. ദീനിന്റെ വിജ്ഞാനങ്ങൾ ആളുകൾക്കിടയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനാളുകൾക്ക് താല്പര്യമില്ല. ഒരു ഖുർആൻ ക്ലാസ് വെച്ച് നോക്കിയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലാസ് വെച്ച് നോക്കിയാൽ അതിനൊന്നും ആളുകൾ വളരെ വിരളമായ ആളുകളെ പോകുള്ളൂ. സ്ഥിരം പോകുന്ന കുറച്ച് വയസ്സന്മാരുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് കുട്ടികളുണ്ടാവും. യുവാക്കൾക്കൊന്നും നേരമില്ല. മൂന്നാമത്തെ അടിസ്ഥാനപരമായ കാര്യം, താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മയുടെ കാഠിന്യം അവർക്ക് മനസ്സിലാകുന്നില്ല. എന്താ ഇപ്പൊ കുറച്ചൊക്കെ ഉപയോഗിച്ചാൽ, അതൊക്കെ ഉപയോഗിക്കാത്തവരാരവിടെ ഉള്ളത്?
ഇസ്ലാം വിരോധിച്ചത് കള്ള് മാത്രമല്ലോ, പട്ടച്ചാറായും അതുപോലെ തന്നെ കള്ളും ഉപയോഗിച്ചു. ഇതിപ്പോ കുറച്ചൊരു പൊടി അല്ലെങ്കിൽ അതൊക്കെ കുറച്ചൊക്കെ ഉപയോഗിച്ചാൽ എന്താ അപ്പൊ അതിന്റെ കുഴപ്പം എന്ന ആ തിന്മയെ നോർമലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമുദായമാണ്. അല്ലെങ്കിൽ അങ്ങനെ ആളുകൾക്ക് പിശാച് അവർക്ക് ദുർബോധനം ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക. വിശുദ്ധ ഖുർആൻ എത്ര ഗൗരവത്തിലാണ് സഹോദരന്മാരെ അത് വിശദീകരിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ 3 ഘട്ടങ്ങളായിക്കൊണ്ട് മദ്യം നിരോധിച്ചില്ല. കാരണം അങ്ങനെ ഘട്ടങ്ങളായി നിരോധിക്കാൻ കാരണം അങ്ങനെയുള്ള സമുദായത്തിലാണ് ഈ വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഇറങ്ങിയത്. അതിൽ ഒരുപാട് ഉപദ്രവങ്ങളുണ്ടെന്ന് ആദ്യം പറഞ്ഞു. പിന്നെ നിസ്കരിക്കുമ്പോൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അവസാനമായിക്കൊണ്ട് സൂറത്തുമായതിൽ ഗണ്യമായി ലോകാവസാനം വരേക്കുമുള്ള വിശ്വാസികളായ ആളുകൾക്ക് വിളിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറഞ്ഞിട്ടുള്ളത്. സൂറത്ത് ബഖറ 219 ആദ്യം വിശദീകരിച്ചത്. യസ്അലൂനക അനിൽ ഖംർ, കളിനെ കുറിച്ചും ചൂതാട്ടത്തെ കുറിച്ച് ചോദിക്കുന്നു. ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീറുൻ വമാനാഫിഉ ലിന്നാസ്, ജനങ്ങൾക്ക് ചില ഉപകാരങ്ങളൊക്കെ ഉണ്ടായേക്കാം, കാരണം ടെൻഷൻ മറക്കുന്നു, അതുപോലത്തെ മറ്റു ചില കാര്യങ്ങളൊക്കെ. പക്ഷെ അതിനേക്കാൾ വലിയ പാപങ്ങളുണ്ട് എന്ന് അല്ലാഹു ആദ്യം പഠിപ്പിച്ചു. പിന്നെ നമസ്കാരത്തിലേക്ക് അടുക്കുമ്പോൾ അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവസാനം പറഞ്ഞു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. പ്രശ്നം വെച്ച് നോക്കുക, അഥവാ നഹ്സ് നോക്കുക, പിന്നെ കണി നോക്കുക, അതുപോലെ തന്നെ ബിംബങ്ങൾ, പ്രതിഷ്ഠകൾ, ചൂതാട്ടം, അതിന്റെ കൂടെയാണ് കള്ളിനെ മനുഷ്യന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണിയിട്ടുള്ളത്. ഇത് മുസ്ലിം സമുദായം മനസ്സിലാക്കിയിട്ടുണ്ടോ? മുസ്ലിം സമുദായം ഒരിക്കലും പ്രത്യക്ഷമായിക്കൊണ്ട് വിഗ്രഹങ്ങൾ ആരാധിക്കുന്ന അവസ്ഥ ഉണ്ടാകില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ വിഗ്രഹത്തിന്റെ കൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മദ്യത്തെ എണ്ണിയിട്ടുള്ളത്. നമുക്ക് എത്ര ആളുകൾക്ക് അത് മനസ്സിലായിട്ടുണ്ട്? ഒരു മനുഷ്യൻ വിഗ്രഹാരാധന ചെയ്യുമ്പോൾ ഇസ്ലാം എന്ന് പുറത്തു പോകുന്നുണ്ട്. പക്ഷെ ആ വിഗ്രഹാരാധനയുടെ ഗൗരവത്തിന്റെ അതേപോലെ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മദ്യത്തെയും എണ്ണിയിട്ട് ഇന്നമൽ ഖംറു വൽ മൻസിർ വൽ അൻസാബ്. അൻസാബ് പറഞ്ഞ നാട്ടക്കുറ്റികൾ, വിഗ്രഹങ്ങൾ, അതുപോലെ തന്നെ പ്രതിഷ്ഠകൾ. ഈ വിഗ്രഹത്തിന്റെയും പ്രതിഷ്ഠയുടെയും കൂടെയാണ് സഹോദരന്മാരെ നമ്മൾ പിന്നെ ഈ ഉമ്മത്തിൽ പല ആളുകളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, പല ആളുകൾ എന്നല്ല, ഇപ്പൊ മഹാഭൂരിപക്ഷം ആളുകളും യുവാക്കളും അതൊന്നും നുണയാത്തവരില്ലെന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു വിഗ്രഹം കണ്ടാൽ അതിനോട് തഅദീം ഒരു മനുഷ്യന്റെ മനസ്സിൽ തോന്നുമോ? ഒരു വിശ്വാസിക്ക് തോന്നാൻ പാടുണ്ടോ? അല്ലെങ്കിൽ ഒരു ജാറം കണ്ടാൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വസ്തുക്കൾ കണ്ടാൽ ഒരു മുഅ്മിനായ ഒരു വിശ്വാസിയുടെ മനസ്സിൽ അതിനൊരു ഭവ്യത തോന്നാൻ പാടുണ്ടോ? അതിനടുത്തേക്ക് പോലും വിശ്വാസികൾ പോകൂല. അതേപോലെ അതിന്റെക്കാൾ ഗൗരവം, അതിന്റെ അത്ര തന്നെ ഗൗരവത്തിൽ അല്ലാഹു പഠിപ്പിച്ചതാണ് വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ. ഇന്നലെ അല്ലാഹു പറഞ്ഞു ഫജ്തനിബു, നിങ്ങൾ അതൊക്കെ വെടിയണം. ജീവിതത്തിൽ ഒരിക്കൽ പോലും സഹോദരന്മാരത് ലഹരി എന്ന് പറഞ്ഞാൽ അത് വലിക്കുന്നതാണെങ്കിലും പൊടിയാണെങ്കിലും അതുപോലെ തന്നെ പിന്നെ കുടിയാണെങ്കിലും ഒക്കെ കണക്കാണ്, എല്ലാം ഹറാമാണ്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചു. കാരണം എന്താ അറിയോ? ഇന്നമാ യുരീദു ശൈത്താനു യുഖിയ ബൈനകുൽ അദാവത വൽ ബഗ്ളാ ഫിൽ ഖംരി വൽ മൈസിർ വയസുദ്ദകും അൻ ദിക്രില്ലാഹ്. പിശാച് ഈ ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങളെ ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങൾക്കിടയിൽ ശത്രുത ഉണ്ടാക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സ്വന്തം 9 മാസം തന്റെ ഉദരത്തിൽ ചുമന്ന ഉമ്മയെ വെട്ടിക്കൊല്ലാൻ ഒരു സ്വബോധമുള്ള ഒരു മനുഷ്യന് സാധിക്കുമോ സഹോദരന്മാര്? മൃഗങ്ങൾ പോലും ചെയ്യാത്ത ക്രൂരതല്ലേ. സ്വന്തം ഉമ്മയുടെ മാറിൽ നിന്ന് അമ്മിഞ്ഞപ്പാല് കുടിച്ച് ആ ഉമ്മ താരാട്ടി വളർത്തിയ സ്വന്തം ഉമ്മയെ ഒരു ലഹരി ഉപയോഗിക്കുന്ന മനുഷ്യനല്ലാതെ അവന് സ്വബോധമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളെ കുറിച്ച് ഛേ എന്ന വാക്ക് പോലും അവരുടെ മുഖത്ത് നോക്കി പറയാൻ പാടില്ല. വലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മാതാപിതാക്കൾ നിങ്ങളുടെ സ്വർഗത്തിന്റെ കവാടമാണ്, മധ്യ കവാടമാണ്. അതിഷ്ടമുള്ള ആളുകൾക്ക് ആ കവാടത്തിലൂടെ പ്രവേശിക്കാം, അത് നഷ്ടപ്പെടുത്തുന്നവർക്ക് നഷ്ടപ്പെടുത്തിയ നരകത്തിലേക്ക് പ്രവേശിക്കാം. ഒരു വിശ്വാസിയുടെ നാവ് കൊണ്ട് പോലും ഉപദ്രവിക്കാൻ പറ്റാത്ത അത്രയും മഹത്തരമായ സ്ഥാനമുള്ള മാതാപിതാക്കളെ ലഹരിയുടെ അടിമകളായി കൊത്തി നുറുക്കി കൊല്ലാണ് മുസ്ലിം ഉമ്മത്തിലെ ചെറുപ്പക്കാർ. അല്ലാഹു പറയാണ് ഇന്നമാ യുരീദു ശൈത്താനു യുഖിഅ ബൈനകുൽ അദാവത വൽ ബഗ്ളാ. മദ്യം ഉപയോഗിച്ചാൽ, ലഹരി ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ശത്രുത ഉണ്ടാകും, ഉറപ്പാണ്. മാത്രമല്ല വയസുദ്ദകും അൻ ദിക്രില്ലാഹ് വഅനിസ് സ്വലാത്ത്, നിസ്കാരത്തിൽ നിന്നും അല്ലാഹുവിന്റെ ദിക്റിൽ നിന്നും നിങ്ങൾ അത് തടയും. പടച്ചോന് ഓർമ്മ ഉണ്ടാവില്ല, നിസ്കരിക്കണം തന്നെ ബോധം ഉണ്ടാവില്ല. അതുപോലെ തന്നെ എന്നിട്ട് അല്ലാഹു ചോദിക്കും ഫഹൽ അൻതും മുൻതഹൂ, നിങ്ങൾ എന്തുകൊണ്ടാണ് വിരമിക്കാത്തത്?
അതൊക്കെ നിർത്താൻ നിങ്ങൾക്ക് സമയമില്ല. ഇത് 14 നൂറ്റാണ്ട് അന്ന് ചോദിച്ചതാണ്. ആ ചോദ്യത്തിന് ഇന്നും പ്രസക്തിയുണ്ട് സഹോദരന്മാരെ. അതുകൊണ്ട് വിശ്വാസികളായ ആളുകൾ നമ്മൾ വിചാരിക്കും നമ്മുടെ ഒന്നും കുടുംബത്തിലൊന്നും ഉണ്ടാകൂല എന്ന്. പണ്ടൊക്കെ ഒരു കള്ളുടിയൻ ഒരു സമുദായത്തിൽ ഒരു കള്ളു കുടിക്കുന്ന ആളുണ്ടായാൽ അവൻ എല്ലാവർക്കും അറിയാം. ഇപ്പൊ ആരാണ് ഉപയോഗിക്കുന്ന ആർക്കും അറിയില്ല. ഏറ്റവും സങ്കടകരമായ അവസ്ഥ എന്താ? നമ്മളൊക്കെ വിചാരിച്ച് നമ്മുടെ പെൺകുട്ടികളൊക്കെ ഇപ്പൊ ഇതിനൊന്നും ചാടൂല. പക്ഷെ ആൺകുട്ടികളെക്കാൾ മാരകമായ ഈ പല ലഹരികളും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ തട്ടട്ട പെൺകുട്ടികളാണ്. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വീട്ടിലും നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള രാവിലെ മഫ്തക്കെട്ട് കോളേജിലും സ്കൂളിലേക്കൊക്കെ പോകുന്നുണ്ടല്ലോ. ആ മക്കൾ അവിടെ ബാഗിലും അതുപോലെ തന്നെ സ്കൂളിന്റെ വരാന്തകളിലും പിന്നാമ്പുറങ്ങളിലും ബാത്റൂമുകളിലും പോയി ഉപയോഗിക്കുന്നത് എന്താണ്? ഇതുപോലത്തെ മാരകമായ ഒരു മനുഷ്യന്റെ പരലോകത്തെയും ദുനിയാവിനെയും തന്നെ നശിപ്പിച്ചു കളയുന്ന ഇത്രയും മാരകമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഉപയോഗിച്ചിട്ടുണ്ടോ തിരിച്ചറിയാൻ പോലും കഴിയാത്ത ഒരു പ്രത്യക്ഷമായ അടയാളങ്ങൾ പോലും പുറത്തേക്ക് കാണിക്കാത്ത അത്രയും മാരകമായ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പരലോക വിശ്വാസം മക്കൾക്കില്ല, അതുപോലെ തന്നെ ദീനിയായ ബോധങ്ങളില്ല, അതേപോലെ തന്നെ ഇതിനെ സംബന്ധിച്ച് ഗൗരവമില്ല. ഇതൊക്കെ ആരാ ഉപയോഗിക്കുന്നത്? സമുദായം നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നില്ല. അപ്പൊ ഞാൻ മാത്രം ഉപയോഗിക്കാൻ നിന്നിട്ടുണ്ടെന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം സഹോദരന്മാരെ. ഒരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതുമായി കൊണ്ട് ബന്ധപ്പെടുന്ന ഒരു അവസ്ഥ തന്നെയും ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു റസൂൽ കാര്യം വിലക്കി കഴിഞ്ഞാൽ അള്ളാഹ് പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹു റസൂൽ പറഞ്ഞു നിങ്ങൾ സ്വീകരിച്ചോളി. അള്ളാഹു റസൂൽ കാര്യം പറഞ്ഞത് അനുസരിച്ചോളി. അത് നിങ്ങൾ ധിക്കരിക്കുന്നതോട് നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കണം. ഫൈൻ തവല്ലൈത്തും, ഇതൊന്നും സ്വീകരിക്കാൻ നിങ്ങൾ പിന്തിരിഞ്ഞു കളയാണെങ്കിൽ റസൂലിനെ സംബന്ധിച്ചോ അതൊക്കെ എത്തിച്ചു തരേണ്ട ബാധ്യതയുള്ളൂ. അത് അള്ളാഹിന്റെ റസൂൽ എത്തിച്ചു തന്നിട്ടുണ്ട്. ഗൗരവം ഖുർആനിലും ഹദീസിലൊക്കെ എമ്പാടും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് അത് ലഹരി കുറച്ചാണെങ്കിലും അതുപോലെ തന്നെ അത് പൊടിയാണെങ്കിലും കുടിയാണെങ്കിലും വലിയാണെങ്കിലും എല്ലാം ലഹരിയാണ്. പ്രവാചകൻ പറഞ്ഞു കുല്ലു മുസ്കിരിൻ ഖംറുൻ. ചില ആളുകൾ വിചാരിക്കും കള്ള് എന്ന് പറഞ്ഞ പാനീയം കുടിക്കലല്ലേ, അല്ലെങ്കിൽ പട്ടച്ചാരായം കുടിക്കൽ മാത്രമേ കല്ലുള്ളൂ. റസൂൽ ലഹരി ഉണ്ടാക്കുന്ന ഒരു മനുഷ്യന്റെ അഖലിനെ ഖമറ എന്ന് പറഞ്ഞാൽ ഹിമാർ എന്ന് പറഞ്ഞാൽ മുഖം മറക്കുന്നതിനാണ് പറയുക. അറബിയിൽ മുഖമക്കരാൻ സാധാരണ പറയില്ലേ. അപ്പൊ തന്റെ ബുദ്ധിയെ മറക്കുന്ന എല്ലാം ഖംറാണ്. കുല്ലു ഖംറി കുല്ലു മുസ്കിരിൻ ഹറാം, എല്ലാം ഹറാമാണ്. എത്ര ഗൗരവമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൽ ഖംറു ഉമ്മുൽ ഖബായിസ് വമൻ ശരിബഹാ ലം യഖ്ബലില്ലാഹു മിൻഹു സ്വലാത്തൻ 40 യൗമൻ. 40 ദിവസത്തെ അവന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല എന്ന്. ലഹരി ഉപയോഗിച്ചാൽ നിസ്കരിച്ചിട്ട് എന്താ കാര്യം? നിങ്ങൾ ആലോചിക്കുക. ഒരു മനുഷ്യൻ ഒരു ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവന്റെ 40 ദിവസത്തെ നിസ്കാരം സ്വീകരിക്കൂല. ശരിക്കും ഉമ്മത്ത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇപ്പൊ ചില ആൾ ചിന്തിക്കുന്നത് 40 സംസ്കരിക്കാഞ്ഞാൽ പോലെ. 40 സംസ്കരിക്കാഞ്ഞ ഇസ്ലാം എന്ന് പറഞ്ഞാൽ പുറത്താവും, കാഫറായി പോവും. ഒരു വക്തും ഒരാൾ മനഃപൂർവ്വം ഒഴിവാക്കി കഴിഞ്ഞാൽ അവൻ കാഫറാവുന്നില്ല. മൻ തറക സ്വലാത്ത് മുതഅമ്മിദൻ ഫഖദ് കഫറ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലേ. മനഃപൂർവ്വം ഒരാൾ നിസ്കാരം ഉപേക്ഷിച്ചവൻ ഇസ്ലാം എന്നാണ് പുറത്തു പോകും. 40 നമസ്കാരം സ്വീകരിക്കൂല. അത് മാത്രമല്ല പ്രവാചകൻ പറഞ്ഞ ഹദീസിൽ കാണാം വമൻ മാത വഹിയ ഫീ ബത്നിഹി, ലഹരി അവന്റെ വയറ്റിലുണ്ടായിരിക്കെ അവന്റെ ശരീരത്തിലുണ്ടായിരിക്കെ അവൻ മരണപ്പെട്ടാൽ ജാഹിലിയത്തിന്റെ മരണമാണ് അവൻ മരിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമായിട്ടല്ലോ മരിക്കുക, ഈ ഉമ്മത്തുനിന്ന് പുറത്തു പോയിട്ടാണോ മരണപ്പെടുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മുടെ സഹോദരൻ നമ്മുടെ ഇതൊക്കെ ഉപയോഗിക്കുന്ന മക്കൾക്ക് ഇതൊക്കെ അറിയുന്നുണ്ടോ? നിങ്ങൾ ആലോചിച്ചോളൂ. മുസ്ലിം അല്ലാതെ കാഫറായി മരിച്ചു പോകുന്നതാണ് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതവന്റെ ശരീരത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ലഹരി ഇറങ്ങുമ്പോൾ അടുത്തത് അടിച്ചു കയറ്റാണ്. ക്യാമ്പസുകളിലും അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും സ്വന്തം വീട്ടിൽ വെച്ച് പോലും അത് ഉപയോഗിക്കാൻ മടിയില്ലാത്ത ഭാര്യയും ഭർത്താവും ഒന്നിച്ചുപയോഗിക്കുന്നു. അതുപോലെ തന്നെ സഹോദരങ്ങൾ ഒന്നിച്ചു വാങ്ങിക്കൊണ്ടുപോകുന്നു. നിങ്ങളാലോചിച്ച് എത്ര ഞെട്ടിപ്പിക്കുന്ന വാർത്ത. അതൊക്കെ നമ്മുടെ ജില്ലയിലാണ് നടക്കുന്നത്. മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നു വലിയ ഇതായിരുന്നു അതായിരുന്നു എന്നൊക്കെ. അത് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഒരു പത്രത്തിൽ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട മനുഷ്യന്റെ തെറ്റായ ന്യൂസ് വന്നാൽ ഏതാണ് ഈ ചെങ്ങായി സമുദായത്തെ പറയിപ്പിക്കാനെന്ന പത്രം വായിക്കുന്ന മുഴുവൻ ആളുകളും അവനെ ശപിച്ചിരുന്നൊരു കാലഘട്ടം ഈ ഉമ്മത്തിന് ഇവിടെ കുറച്ചല്ല, അധികം നൂറ്റാണ്ടൊന്നും പോകണ്ട, ഒരു 19 കൊല്ലം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരു പെണ്ണ് കേസിലോ അല്ലെങ്കിൽ കള്ളു കേസിലോ സമുദായത്തിൽപ്പെട്ട ഒരു മെമ്പർ വന്നാൽ ഏതാണ് ഈ ചെങ്ങായി സമുദായത്തെ പറയിപ്പിക്കുന്നവനെന്ന് പറഞ്ഞ് പത്രം വായിച്ച് അവനെ ശപിച്ചിരുന്നൊരു കാലഘട്ടം. നിങ്ങൾ ആലോചിക്കും ഇപ്പൊ നമുക്ക് വല്ല ന്യൂസ് ഉണ്ടോ? പോലെ കുളിര് നമുക്ക് തോന്നുന്നുണ്ടോ? എല്ലാത്തിനും മുമ്പ് നമ്മളല്ലേ. ഇത് വളരെ ഗുരുതരമായ അവസ്ഥ സഹോദരന്മാരെ സംഭവിച്ചിരിക്കും.
എല്ലാ തിന്മകളുടെയും എല്ലാ വൃത്തികേടുകളുടെയും മാതാവാണ് ലഹരി എന്ന് പറഞ്ഞാൽ. വഅക്ബറുൽ ഖബായിർ, ഏറ്റവും വലിയ തിന്മയാണ്. വമൻ ശരിബഹ വഖാല ഉമ്മിഹി വഅമ്മിഹി വഅമ്മതി വഖാലതി, റസൂലുള്ളാഹിന്റെ ഹദീസാണ്. ആ ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവൻ തന്റെ ഉമ്മയെ പ്രാപിക്കും. തന്റെ ഉമ്മയെ പോലും ലൈംഗികമായി കൊണ്ട് അവൻ ഉപയോഗിക്കും. അവന്റെ ഉമ്മയുടെ സഹോദരി ഉപയോഗിക്കും. അതുപോലെ തന്നെ തന്റെ പിതാവിന്റെ സഹോദരി, തന്റെ അമ്മായിയെയും തന്റെ എളാമയെയും മൂത്തമ്മയും സ്വന്തം മാതാവിനെ തന്നെയും അവൻ തന്റെ ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന അവസ്ഥയുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ആലോചിക്കുക, എത്ര ഗുരുതരമായ അവസ്ഥയാണ്. എന്റെ ഉമ്മത്തിൽപ്പെട്ട് ഈ അവസ്ഥ ഉണ്ടാകുമെന്നും പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഉമ്മത്തിന് മുന്നറിയിപ്പ് തന്നതാണ്. നിങ്ങൾ സൂക്ഷിക്കണം. എന്റെ ഉമ്മത്തിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടാകും. എന്നിട്ടോ ഈ കള്ളിന് കള്ള് നല്ല പേര് അവർ ഉപയോഗിക്കുക, വേറെ പേര് ഉപയോഗിച്ചിട്ട്, നല്ല കേക്കാനൊക്കെ ചൊറുക്കുള്ള പേര്, അത് പൊടിയായിട്ടും വലിയായിട്ടും കുടിയായിട്ടും ഒക്കെ ഉപയോഗിക്കും. എന്നിട്ടോ മ്യൂസിക്കിന്റെ അകമ്പടിയോടുകൂടി നർത്തകിമാർ നൃത്തം വെക്കുന്ന അവസ്ഥ എന്റെ ഉമ്മത്തിൽ ഉണ്ടാവും. ഇതല്ലേ ഒരു കല്യാണത്തിൽ എന്താ നടക്കുന്നത്? അവിടെ മ്യൂസിക് ഉണ്ടാവും, പാട്ടുണ്ടാവും, ഒപ്പം ലഹരി ഉണ്ടാവും. ഒരു ഗാനമേള നടക്കുകയാണ്, സമുദായത്തിൽ എന്ത് തോന്നിവാസങ്ങൾ നടക്കുകയാണെങ്കിലും അതിനൊക്കെ ഇപ്പൊ ഗവൺമെന്റ് സപ്പോർട്ടാണ്, എല്ലാവരും സപ്പോർട്ടാണ്. അതിന് വിമർശിക്കാൻ പാടില്ല. അതിനൊക്കെ എതിർത്ത് കഴിഞ്ഞാൽ അവൻ വേറെന്തൊക്കെ സമുദായത്തിൽപ്പെട്ടവനായി തീരുവല്ലെങ്കിൽ സമുദായത്തെ പിറകോട്ട് വലിക്കുന്നവനാക്കി തീർക്കും. റസൂലുള്ളാഹി പറയുന്നു, അങ്ങനെയുള്ളൊരു സമുദായം ഉണ്ടായിക്കഴിഞ്ഞാൽ യഖ്സിഫുല്ലാഹു ബിഹിമിൽ അർള, ഭൂമി അവരെയും കൊണ്ട് അല്ലാഹു താഴ്ത്തിക്കളയുന്ന അവസ്ഥ ഉണ്ടാകുന്ന. നഊദു ബില്ലാഹി, അല്ലാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. നിങ്ങൾ ആലോചിക്കണം, ഭൂമി ഒന്നാകെ ഈ സമുദായത്തെ ഒന്നടങ്കം ഭൂമിയിലേക്ക് ആഴ്ത്തുന്ന അവസ്ഥയുണ്ടാകും. എന്റെ ഉമ്മത്തിനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു, സ്വന്തം ഉമ്മത്തിനെ കുറിച്ച് അവർ മാത്രവുമല്ല, വയജഅലല്ലാഹു മിൻഹുൽ ഖിറദത വൽ ഖനാസീർ, പന്നികളും അതുപോലെ തന്നെ കുരങ്ങന്മാരുമായി കൊണ്ട് രൂപം മാറ്റുന്ന അവസ്ഥയുണ്ടാകും ഈ ഉമ്മത്തിൽ. കുരങ്ങന്മാരെ പോലെയാകുന്ന, പന്നികളെ പോലെയാകുന്ന, ഇത്രയും നികൃഷ്ടമായ ജീവികളെ പോലെയാകുന്നവർ ഈ ലഹരി ഉപയോഗിക്കുന്നവരിൽ ഉണ്ടാകും. ഈ മ്യൂസിക്കിന്റെ അകമ്പടിയോടുകൂടി, നർത്തകിമാരുടെ അകമ്പടിയോടുകൂടി കള്ളുപയോഗിക്കുന്ന അല്ലെങ്കിൽ മദ്യം ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, വളരെ ഗുരുതരമായ അവസ്ഥയാണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളുമൊക്കെ എത്രയോ അപ്പുറത്തുള്ളതാണ് നമ്മുടെ സമുദായത്തിന്റെ അവസ്ഥ. നമ്മൾ വളരെ ജാഗ്രത കാണിക്കുക. നമ്മുടെ ലോകം മുഴുവൻ നന്നാക്കാൻ നമുക്ക് സാധിച്ചോളുന്നില്ല. നമ്മുടെ വീടും നമ്മുടെ മഹല്ലുകളുമൊക്കെ നമ്മളെല്ലാവരും നല്ലോണം ജാഗ്രത പാലിക്കണം. കാരണം ഈ മുസ്ലിം സമുദായത്തിന്റെ അത്ര ഉപദേശം കിട്ടുന്ന ഉമ്മത്ത് ലോകത്ത് ഏതെങ്കിലും ഉണ്ട്? നിങ്ങളതൊന്ന് ആലോചിച്ചു. ഇങ്ങനെ എല്ലാ വെള്ളിയാഴ്ചയും ഒളു എടുത്ത് പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരുന്ന് തന്റെ സ്വന്തം ഖിബിലയിലേക്ക് തിരിഞ്ഞിരുന്ന് ഖതീബ് എന്താ പറയുന്നത് ശ്രദ്ധിക്കുന്ന ഒരു ഉമ്മത്ത് ലോകത്ത് മുസ്ലിങ്ങളല്ലാതെ ഉണ്ടോ? ഇല്ലല്ലോ. എത്ര ക്ലാസുകളാണ് ഒരു ദിവസം തന്നെ, എത്ര പ്രഭാഷണങ്ങളാണ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര പ്രഭാഷണങ്ങളും എത്ര ഉപദേശങ്ങളാണ് നമ്മുടെ ഉമ്മത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്താ അതൊന്നും മനസ്സിന്റെ ഉള്ളിലേക്ക് കയറാത്തത്? നേരത്തെ പറഞ്ഞ പോലെ പരലോക വിശ്വാസം, അതൊക്കെ കേട്ടിങ്ങനെ അപ്പുറത്തുകൊണ്ട് വിട്ടാണ്. അള്ളാഹു ഹൃദയം മരവിപ്പിച്ചിരിക്കുന്ന അവസ്ഥ ഉണ്ടായി. ഇത് ഏറ്റവും എന്നുള്ള പറഞ്ഞില്ലേ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെയും ആ മനുഷ്യന്റെയും മനസ്സിന്റെയും ഇടയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെയും ഹൃദയത്തിന്റെയും ഇടയിൽ അള്ളാഹു ഒരു മറട്ട് കഴിഞ്ഞാൽ പിന്നെ അവന് എത്ര ആയത്തോതി കൊടുത്തിട്ടെന്താ? നല്ല ഉഷാറ് വയലാന്ന് പറയും, പക്ഷെ നല്ല ഉഷാറ് പ്രസംഗം എന്ന് പറയും. അതല്ലാതെ ഹൃദയത്തിക്ക് തട്ടാത്ത അവസ്ഥ ഉണ്ടാവും. അതാണ് കല്ലാബൽ റാന അലാ ഖുലൂബിഹിം എന്ന് പറഞ്ഞില്ലേ, ഹൃദയത്തിൽ വരണ്ടാവും. ആ വര വീണ് കഴിഞ്ഞാൽ സഹോദരന്മാരെ അള്ളാഹു ഹൃദയത്തിൽ സീല് വെക്കും. പിന്നെ ഉപദേശങ്ങൾ കൊണ്ട് ഫലം ചെയ്യും. അതുകൊണ്ട് തിന്മകളിൽ നിന്ന് മാറി നിൽക്കണം. ഇതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ആ കാര്യം ഗൗരവത്തിൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ഫിത്നകളിൽ നിന്ന് നമ്മെ, നമ്മുടെ കുടുംബത്തെയും നമ്മുടെ നാടിനെയും അള്ളാഹു കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ലഹരിയുമായി ബന്ധപ്പെടുന്ന ഒരു മേഖലയും ഉണ്ടാകാൻ പാടില്ല. പ്രവാചകൻ മദ്യവുമായി കൊണ്ട് ബന്ധപ്പെട്ട് 10ഓളം വിഭാഗങ്ങളെ ശപിച്ചതായിക്കൊണ്ട് ഹദീസിൽ കാണാൻ കഴിയും. ഹദീസ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ദഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഖംറി 10 വിഭാഗം ആളുകളെ ലഹരിയുമായി കൊണ്ട് ബന്ധപ്പെട്ട് പ്രവാചകൻ ശപിച്ചിട്ടുണ്ട്.
പ്രവാചകൻ ശപിച്ചു എന്ന് പറഞ്ഞാൽ അവൻ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് വിദൂരത്താണെന്ന് അതിൻ്റെ അർത്ഥം. അള്ളാഹിൻ്റെ റസൂൽ ഒരാളെ ശപിച്ചു കഴിഞ്ഞാൽ റസൂൽ ഒരിക്കലും അങ്ങനെ റഹ്മത്തുൽ ലിൽ ആലമീനാണ്, ലോകത്തിന് അനുഗ്രഹമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ ഒരാളെ ശപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അയാൾക്ക് റസൂലുള്ളാഹിക്ക് അയാളുടെ എത്ര ദേഷ്യം ഉണ്ടാവും നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് വിദൂരമാകട്ടെ എന്നാണ് റസൂലുള്ളാഹിന്റെ പ്രാർത്ഥന. ലഅനല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അള്ളാഹുവിനെ ശപിച്ചു എന്ന് പറഞ്ഞാൽ അവൻ അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാകാതിരിക്കട്ടെ. ലോകത്തിന് റഹ്മത്തായി നിയോഗിക്കപ്പെട്ട റഹ്മത്തുൽ ലിൽ ആലമീനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രാർത്ഥിക്കണമെങ്കിൽ എത്രയായിരിക്കും ആ വ്യക്തിയോട് റസൂലുള്ളാഹിന്റെ മനസ്സിലുള്ള പകയും വിദ്വേഷവും? അത്രയും ഗുരുതരമായ തെറ്റാണ്. പ്രവാചകർ പറഞ്ഞു 10 വിഭാഗം ആളുകൾ. ഒന്ന്, ആ കള്ള് മദ്യം ഉണ്ടാക്കുന്നവർ, അതുപോലെ തന്നെ അത് ഉണ്ടാക്കാൻ ആവശ്യപ്പെടും, അത് വഹിച്ചു കൊണ്ടുപോകുന്നവൻ, അതേപോലെ തന്നെ അത് വിതരണം ചെയ്യുന്നവൻ, അതിന്റെ ആരിലേക്കാണോ അത് കൊണ്ടുപോയി കൊടുക്കുന്നവൻ, അത് സാഖിഹ എന്ന് പറഞ്ഞാൽ അത് പാർന്നു കൊടുക്കുന്നവൻ, കുടിപ്പിക്കുന്നവൻ, അത് വിൽക്കുന്നവൻ, അതിന്റെ വില വാങ്ങിത്തുന്നവൻ, വൽമുസ്തരിയിൽ അത് വാങ്ങിക്കൊണ്ടുപോകുന്നവൻ, ആർക്ക് വേണ്ടിയാണ് വാങ്ങിക്കൊണ്ടുപോകുന്നവർ, അവരെല്ലാം എന്ന് പറഞ്ഞാൽ ഈ ലഹരിയുമായി കൊണ്ട് ബന്ധപ്പെടുന്ന എല്ലാ ആളുകൾക്കും അള്ളാഹുവിന്റെ ലഅനത്തുണ്ടാകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ചു, അത് ഉപയോഗിക്കുന്നവർ മാത്രമല്ല തെറ്റുകാര്, ആ ലഹരിയുമായി അതിന് അനുവാദം കൊടുക്കുന്നവരും അതിനു വേണ്ടി വാദിക്കുന്നവരും, അതിവിടെ സാമ്പത്തികത്തിന് നട്ടല്ലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തൊരു വിഡ്ഢിത്തമാണ് നമ്മുടെയൊക്കെ ഈ ഭരണകൂടത്തിലൊക്കെ ഉള്ള ആളുകൾ. ഇത് സമൂഹത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി ഒരുപാട് കോടിക്കണക്കിന് രൂപ ബഡ്ജറ്റ് ചെലവഴിക്കും, കോടിക്കണക്കിന് രൂപ ആളുകളുടെ ആരോഗ്യ സംരക്ഷണത്തിന്. അതിനേക്കാൾ വലിയ കോടി ലാഭം ഇതിലൂടെ മനുഷ്യന്മാർ ആരോഗ്യം കേടുവരുത്തുന്ന ഈ ലഹരിയുടെ ഗവൺമെന്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ചു, ഒരു ഭാഗത്ത് വീട് ഇങ്ങനെ ഉണ്ടാക്കുക, മറുഭാഗത്ത് JCB ഉപയോഗിച്ച വീട് പൊളിക്കുക, വീണ്ടും ഉണ്ടാക്കുക, വീണ്ടും പൊളിക്കുക. ഇത്ര വൈരുദ്ധ്യാത്മകമായ ഒരു നിലപാടാണ് നമ്മുടെയൊക്കെ നാടുകളിൽ പല ആളുകളും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ചിന്തിക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ട്. ഒരു മനുഷ്യൻ അവന്റെ നാവിൽ ഒരിക്കലും ഉപയോഗിക്കരുതെന്ന് പറഞ്ഞ കാര്യം പ്രവാചകന്റെ അള്ളാഹുവിന്റെ ദീന് സ്വീകരിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ഒരിക്കലും അത് ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ ആരെങ്കിലും നമ്മുടെ കുടുംബത്തിലൊക്കെ ഉണ്ട്, അതിന്റെ ഗൗരവം പലപ്പോഴും ആളുകൾ മനസ്സിലാക്കാതെ കൊണ്ടിരിക്കും, പ്രത്യേകിച്ചും പെൺകുട്ടികളായ ആളുകൾ. ഇപ്പൊ ഈ കൊറോണ വന്നതിന് ശേഷം പല അധ്യാപകന്മാരും പറയുന്നുണ്ട്, ഈ കൊറോണ വന്നതിന് ശേഷം എല്ലാവരും മാസ്ക് ഉപയോഗിക്കണം. പല സ്കൂളിലൊക്കെ മാസ്ക് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ മാസ്ക് ഒരാൾ കഴിച്ചു വെക്കാൻ വേണ്ടി പറയാൻ പറ്റൂല, അത് കേസാവും. പക്ഷേ മാസ്ക് ഉപയോഗിച്ചുകൊണ്ട് പല വൃത്തികേടുകൾ പലതും വിദ്യാർത്ഥികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം മാസ്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവൻ എന്താ വായിലുണ്ട് നമുക്കറിയില്ല, അതുപോലെ തന്നെ എന്താണ് അവന്റെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരല്ല, വായുടെ വാസന പുറത്തേക്ക് വരില്ല. ഇതൊക്കെ അപ്പൊ മാസ്ക് ഒരു മറ ഉപയോഗിച്ചുകൊണ്ട് ഇതൊക്കെ പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മൾ സൂക്ഷിക്കുക. ഏതായിരുന്നാലും ഇത്തരം വിപത്തുകളിൽ നിന്നും അള്ളാഹു നമ്മെ നമ്മുടെ കുടുംബത്തെ നമ്മുടെ നാടിനെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. മറ്റൊരു കാര്യം സൂചിപ്പിക്കാൻ, നമ്മുടെ മഞ്ചേരിക്കടുത്ത് പയ്യനാട് എന്ന് പറയുന്ന പ്രദേശം, അവിടെ നമ്മുടെ പ്രവർത്തകന്മാർ പള്ളിയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സാമ്പത്തികമായി കുറച്ച് പ്രയാസത്തിലാണ് അവർ. ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാ ആളുകളും അതിനുവേണ്ടി സഹകരിക്കണം എന്ന് പ്രത്യേകമായി ഉണർത്തുക. അതുപോലെ നമ്മുടെ പള്ളിയുടെ വരുമാനത്തിന് വേണ്ടി നമ്മുടെ തോട്ടശ്ശേരി ഇറങ്ങാടിയിൽ അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മുടെ പൂച്ചയാക്കർ റഹ്മത്തുള്ളാഹി അലി അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗ്ഗം നൽകുമാറാവട്ടെ. അദ്ദേഹം നൽകിയൊരു ഭൂമിയിൽ നമ്മുടെ ബിൽഡിംഗ് എടുത്തുകൊണ്ടിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനു വേണ്ടി പല ആളുകളും സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും നമ്മുടെ നാടിനും രക്ഷിക്കുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർ മുസ്ലിമീങ്ങൾ, അവർക്കെല്ലാം അള്ളാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിന്റെ എവിടെ വെച്ച് മരണപ്പെട്ടാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് ഈമാനോടുകൂടി മരണപ്പെടുവാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെ സംഭവിച്ചു പോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്കെല്ലാം പുറത്തു നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നല്ലവരായ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ, അള്ളാഹു അവർക്കെല്ലാം സ്വർഗ്ഗം നൽകുമാറാവട്ടെ. അവരെ നമ്മെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين.